ഹലോ, ഡൽഹി വന്നിട്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. രാവിലെ തന്നെ റൂമിൽ ചായ വന്നു. ചായ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ ഭയങ്കര റഷ് ഏരിയ ആയതുകൊണ്ട് നമ്മൾ എത്താനായിട്ട് താമസിക്കും. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ലഞ്ച് ടൈമായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്നോർത്ത് ഇറങ്ങിയതാണ്. പക്ഷേ എനിക്ക് വിശന്നില്ല, ദാഹമാണ് കേട്ടോ തോന്നുന്നത്. അപ്പം നമ്മൾ ജ്യൂസ് കുടിക്കാനായിട്ട് കയറി. അപ്പോൾ അവിടെ ഒരു സംഭവം നടന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ദുരിതാശ്വാസ ഈ ഫണ്ടിലേക്ക് പൈസ തരുമെന്ന് ചോദിച്ച ഒരു പെൺകുട്ടി നമ്മുടെ അടുത്ത് വന്നായിരുന്നു കേട്ടോ. ആള് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു ബാക്കിൽ നിൽക്കുന്ന കുട്ടിയാട്ടോ. അപ്പോൾ സംഭവം അതൊന്നുമല്ല, നമ്മൾ 100 രൂപ കൊടുത്തു. ഇതാണ് കേട്ടോ കക്ഷി. 100 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ നമ്മളോട് പറഞ്ഞ് എനിക്ക് കഴിക്കാനും കുടിക്കാനും കൂടെ എന്തെങ്കിലും വാങ്ങിച്ചു തരുമെന്ന്. ശരിക്കും പറഞ്ഞാൽ കിട്ടണ ഒരു പൈസ കൊണ്ട് പോകാനല്ല കേട്ടോ. പുള്ളിക്കാർ നമ്മളെ മാക്സിമം യൂസ് ചെയ്യാനാണ് ശ്രമിച്ചത്. നമുക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആളെ കണ്ടിട്ട് ഒരു കുഴപ്പമില്ലാതെ അധ്വാനിക്കാൻ അത്ര ആരോഗ്യമുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ തട്ടിപ്പുകാരുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു യൂബർ ടാക്സി വിളിച്ച് നമ്മൾ നേരെ നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്തോട്ട് വന്നുകൂടെ. ധാരാംവീർ അങ്ങനെ എന്തോ മറ്റാണ് സ്ഥലത്തിൻ്റെ പേര്. പിന്നെ ഇവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ താമസിക്കുന്ന സൗത്ത് ഡൽഹി എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ എല്ലാ കടകളും സൗകര്യങ്ങളും ഒക്കെ അടുത്തുണ്ട്. പക്ഷെ ഭയങ്കര അൺടൈഡി ആയിട്ടുള്ള റിമോട്ട് ഏരിയ ആണ് കേട്ടോ. നമുക്ക് ഒട്ടും സേഫ് അല്ല. അപ്പോൾ നമ്മളിത് ഫുഡ് വാങ്ങിച്ച് നേരെ റൂമിലേക്ക് വന്നു. റൂമിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്നുള്ളത് കയ്യും കാലൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു. കാരണം രാവിലെ 8 മണിയായപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് നിൽക്കുന്നതാണ്. നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം കയ്യും കാലൊക്കെ വാഷ് ചെയ്ത് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. നമ്മൾ ആ കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് മീൽസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫിഷ് ഫ്രൈ മീലാണ് കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളിയാട്ടോ. നല്ല എരശ്ശേരിയും പുളിശ്ശേരിയൊക്കെ ചേർത്ത് അടിപൊളി ഒരു ഊണ് കഴിച്ചു. ആഹാ, കുശാലായി. പിന്നെ അതിൻ്റെ പുറമെ കുറച്ച് ചിപ്സും കൂടെ കഴിച്ചപ്പോഴേക്ക് ഏകദേശം ആശ്വാസമായിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരം പട്ടിണി കിടന്നപ്പോഴേക്കും നമ്മൾ ശരിക്കും വലഞ്ഞു പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്നു. ഇനി കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.